ഹലോ നമസ്കാരം. ഞാൻ അനീഷ് അബ്രഹാം. കഴിഞ്ഞ ദിവസം യുകെയിൽ ഒരു കെയർ ഹോമിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് എന്നെ കോൺടാക്റ്റ് ചെയ്തു. ഇവർ ആ നേഴ്സിംഗ് ഹോമിൽ ജോയിൻ ചെയ്തിട്ട് അധികം നാളായില്ല. ഏകദേശം ഒരു 3 മാസം ആകുന്നതേ ഉള്ളൂ. അവിടുത്തെ ഒരു റെസിഡൻറ്റ് ഏകദേശം 1 മാസമായിട്ട് ഇങ്ങനെ വാഷൊന്നും എടുക്കാതെ റെഫ്യൂസ്ഡ്, അതായത് വാഷ് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്ന ഒരു പേഷ്യൻ്റാണ്, കിടപ്പ് രോഗിയാണ്. അപ്പോൾ അവരുടെ മുറിയിലോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള മണം ആയിട്ട് ഈ നേഴ്സിന് ഫീൽ ചെയ്തു. അപ്പോൾ അവർ തീരുമാനിച്ചു ഇതിങ്ങനെ ഇടുന്നത് ശരിയല്ല, ഇവരെ ഒന്ന് കുളിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കെയറേഴ്സ് ഇംഗ്ലീഷുകാരാണ്. അവരോട് പറഞ്ഞ് നമുക്ക് ഈ പേഷ്യൻറ്റിനെ കുളിപ്പിക്കണമെന്ന് പറഞ്ഞു. പേഷ്യൻ്റ് നോ പറഞ്ഞാലും കുളിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അപ്രകാരം അവർ ആ തീരുമാനം നടപ്പിലാക്കി. നന്നായിട്ട് കുളിപ്പിച്ച് നല്ല ഭംഗിയാക്കി. നമ്മൾ ഈ സിനിമയിലൊക്കെ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പല വീഡിയോയും കാണത്തില്ലേ, കുറേ നാളായിട്ട് കുളിക്കുകയും നനയ്ക്കുകയും ഒന്നും ചെയ്യാതെ വഴി കൂടെയൊക്കെ നടന്നു പോകുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് നിർത്തി ചിലർ ഈ മാനസിക രോഗിയായിട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ പല വീഡിയോയും നിങ്ങൾ കണ്ടു കാണും. അതേപോലെ ഒരു കാര്യം നന്മ പ്രവൃത്തി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ നേഴ്സ് അങ്ങനെ ചെയ്തത്. പക്ഷേ സംഭവത്തിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന വർക്ക് ചെയ്തിരുന്ന കെയറേഴ്സ് ഈ നഴ്സിംഗ് ഹോം മാനേജ്മെൻറ്റിനെ അറിയിച്ചു. ഈ പേഷ്യൻറ്റിൻ്റെ സമ്മതമില്ലാതെ അവരെ നിർബന്ധപൂർവ്വം കുളിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയായിട്ട് അവരറിയിച്ചു. നഴ്സിംഗ് ഹോമുകാർ ഈ പരാതി ഗൗരവമായിട്ട് എടുക്കുകയും ഇവരെ ഇമ്മീഡിയറ്റായിട്ട് ആ നഴ്സിംഗ് ഹോമിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു. കൂടാതെ അവർ NMCയിൽ റിപ്പോർട്ടും കൂടെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഈ മലയാളി നേഴ്സ് യൂണിയനിലൊന്നും മെമ്പറല്ല. അപ്പോൾ വലിയ വിഷയത്തിലാണ്. ഏതായാലും എന്നെ കോൺടാക്റ്റ് ചെയ്ത് ഞാൻ നമ്മുടെ ലീഗലായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ഇവർക്ക് വേണ്ട സപ്പോർട്ട് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംഭവം ഇപ്പോൾ നിങ്ങളോട് പറയാൻ കാരണം, ഇത്തരം നന്മ പ്രവർത്തികൾ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് പലർക്കും ആഗ്രഹം ഉണ്ടാകും. നമ്മൾ വളരെ ആത്മാർത്ഥതയോടു കൂടിയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതുപോലെ തന്നെ വേറൊരു സംഭവം കൂടെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഇതുപോലെ ഒരു മലയാളി നേഴ്സ് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരി ഇതുപോലെ ഒരു പേഷ്യൻ്റ് ഫുഡൊന്നും കഴിക്കാതെ കിടക്കുന്നത് കണ്ടു. അവരെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിച്ചു. അവർക്കെതിരെയും ഇതുപോലെ തന്നെ ഉള്ള നടപടികളുണ്ടാകുകയും അവർ വലിയ കേസിലൊക്കെ പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അവരുടെ കേസ് ഏതായാലും അവർ മെമ്പറായിരുന്നു, RCNൽ മെമ്പറായിരുന്നു. RCNകാർ അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും അവർ പ്രശ്നത്തിൽ നിന്ന് ഊരിപ്പോരുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ നിയമങ്ങളൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള നിയമങ്ങളാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സംഭവത്തിലെ നേഴ്സിനോട് നഴ്സിംഗ് ഹോം മാനേജ്മെൻറ്റ് പറഞ്ഞത്, നീ കുളിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പേഷ്യൻറ്റിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് ഫാമിലിയുമായിട്ടൊക്കെ ആലോചിക്കുകയും അങ്ങനെ ഒരു ബെസ്റ്റ് ഇൻട്രസ്റ്റ് മീറ്റിംഗ് ഒക്കെ നടത്തുകയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമായിരുന്നു നീ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടിയിരുന്നത്. അത് ചെയ്യാതിരുന്നതാണ് നിൻ്റെ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ നേഴ്സിന് നിയമ നടപടികൾ നേരിടേണ്ടി വന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക. നന്മ മരങ്ങളാകുന്നതിന് മുൻപ് ഇത് നമുക്ക് തന്നെ പാരയാകുമോ എന്ന് ആലോചിച്ചിട്ട് മാത്രം, അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രം, മാനേജ്മെൻറ്റിനോട് സംസാരിച്ചിട്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുറപ്പെടുക. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.